വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ ഗുരുതര വിമർശനവുമായി മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ. കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട ഭരണാധികാരികളുടെ കൂട്ടത്തിലായിരിക്കും വിദ്യാഭ്യാസ മന്ത്രിയെ അടയാളപ്പെടുത്തുക. യാഥാർത്ഥ്യങ്ങളോട് പുലബന്ധം പോലുമില്ലാത്ത ഉദ്യോഗസ്ഥർ എഴുതിക്കൊടുത്ത കണക്കുകളുമായി നടക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് മുഖപ്രസംഗത്തിലുള്ളത്. മലബാറിനോട് ഇടത് സർക്കാരിന് അവഗണനയെന്നും മുഖപ്രസംഗം ആരോപിക്കുന്നു. വിശദാംശങ്ങൾ സൂര്യ സുജി നൽകും. സൂര്യ, ഈ +1 സീറ്റ് പ്രതിസന്ധി അടക്കം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഇത്തരം ഗുരുതരമായ വിമർശനം വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഈ എഡിറ്റോറിയലിലുള്ളത്? മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നത്തെ ചന്ദ്രിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയലിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച, അതായത് രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. ആരോടാണ് ഈ വെല്ലുവിളി എന്ന തലക്കെട്ടിലാണ് ഈ വിമർശനം. ഈ +1 സീറ്റ് പ്രതിസന്ധിയിൽ, അതായത് ഇടതുപക്ഷ സർക്കാർ തുടർഭരണം ലഭിച്ചിട്ട് 8ാം വർഷമായിട്ടും ഇതുവരെയായും ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. പരിഹാരം കാണാതെ വിദ്യാഭ്യാസ മന്ത്രി നട്ടാ കുരുക്കാത്ത നുണ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മന്ത്രിമാർ കേരളത്തിന് അപമാനം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളോടൊപ്പം SFIയും കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധത്തിന് രംഗത്തിറങ്ങിയിരുന്നു. SFIക്കെതിരെയും പറയുന്നുണ്ട്. അതായത് മൗനത്തിന്റെ മഹാമാളത്തിൽ ഇത്രയും കാലം അഭയം തേടിയ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അടക്കം സമരമുഖത്ത് എത്തിയിരിക്കുന്നു. അത് വിദ്യാഭ്യാസ മന്ത്രിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. എന്നാൽ ആ സമയത്ത് പോലും യാഥാർത്ഥ്യങ്ങളെ പുറംകാലുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി തട്ടിമാറ്റുന്നു. സമരം ചെയ്യുന്നവരെ പരിഹസിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി നാളിതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കഴിവുകെട്ട ഭരണാധികാരി എന്ന ആക്ഷേപവും വിമർശനവും ഒരുപോലെ ഉന്നയിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി, അതായത് വസ്തുതകൾ മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥർ എഴുതിക്കൊടുത്ത കണക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. അത് മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകുന്നത്. മന്ത്രിയുടെ ഈ സമീപനം ചില താല്പര്യങ്ങളുടെ പരിണിത ഫലമാണെന്നും പറയുന്നുണ്ട്. ഇടത് സർക്കാരുകൾ ഭരിക്കുമ്പോൾ മലബാറിനോട് ഇത്തരത്തിലുള്ള അവഗണന ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിനെല്ലാ കാലത്തും മുസ്ലിം ലീഗ് തിരുത്തുമായി വരാറുണ്ട്. ഇത്തവണയും അതിനെ മുസ്ലിം ലീഗ് തിരുത്തും. അതിന്റെ ഉദാഹരണമാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് മാർച്ച് എന്നും പറയുന്നുണ്ട്. ആതിര. ശരി, ഇത്തരത്തിൽ ചന്ദ്രിക ദിനപത്രത്തിലാണ് എഡിറ്റോറിയൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത്. ഈ +1 സീറ്റിലടക്കം പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു വിമർശനം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂര്യ സുജി.